Hi everyone, my name is Anisha. I'm from Vadagara, but now I'm settled in Bangalore. And MAPC, MA Psychology, അതിൻ്റെ പ്രോഗ്രാം കോഡാണ് MAPC. അപ്പോൾ MAPC എന്ന പ്രോഗ്രാമിൽ ഫസ്റ്റ് ഇയറിലുള്ള ഒരു 7ഓളം പേപ്പർ നമുക്കുണ്ട്. പേപ്പർ എന്നല്ല, നമ്മൾ ഇഗ്നോയിൽ നമ്മളതിനെ കോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോഴ്സാണ് MPC003. കോഴ്സ് കോഡ് നമ്മൾ MPC003 അങ്ങനെയാണ് എഴുതുക കോഴ്സ് കോഡുകൾ. പ്രോഗ്രാം കോഡ് എന്ന് പറഞ്ഞാൽ MAPC, കോഴ്സ് കോഡ് MPC001 or 2 or 3 ലൈക്ക് ദാറ്റ്. സോ ഇന്ന് നമ്മൾ അതിൽ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയറിലെ MPC003. നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേര്, കോഴ്സിൻ്റെ പേര് പേഴ്സണാലിറ്റി, തിയറീസ് ആൻഡ് അസസ്മെൻറ്റ്. പേഴ്സണാലിറ്റി, തിയറീസ് ആൻഡ് അസസ്മെൻറ്റ്. ദാറ്റ് ഈസ് വാട്ട് ദ കോഴ്സ് നെയിം. MPC003 പേഴ്സണാലിറ്റി, തിയറീസ് ആൻഡ് അസസ്മെൻറ്റ്. ഞാൻ എന്തിനാണ് ഈ ടൈറ്റിൽ തന്നെ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ, വി ഓൾവേസ് in a confusion that what is program, what is course, and it find little difficult or different from the conventional university or what IGNOU chooses the title. So here program എന്ന് പറയുന്ന MAPCയും അതിൻ്റെ ഓരോരോ പേപ്പറാണ് കോഴ്സ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് MPC003 പേഴ്സണാലിറ്റി, തിയറീസ് ആൻഡ് അസസ്മെൻറ്റ്. സോ പേര് പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് പേഴ്സണാലിറ്റിനെ കുറിച്ചാണ്. വി ഓൾ നോ വാട്ട് ഇസ് പേഴ്സണാലിറ്റീസ്. നമുക്ക് ശരിക്കും അറിയാമോ? പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? യെസ്, പേഴ്സണാലിറ്റി അതെന്താണ്, അത് നമ്മൾ മനസ്സിലാക്കിയത് തന്നെയാണോ അതോ ഇനിയും കുറേ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം. പിന്നെ there are lots of theories to explain it, and also assessment. Being a psychologist, it's our duty to, or it's our function to assess personality. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമുക്ക് പേഴ്സണാലിറ്റി അസസ് ചെയ്യേണ്ട, ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അതും കൂടി നമ്മൾ ലാസ്റ്റ് നമ്മുടെ പ്രാക്ടിക്കലിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഹൗ ടു അസസ് personality. In this paper, we'll get a complete idea. So this is what a whole about the course MPC003 personality, assessment and theories. That's what a paper. Okay. In this, അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് personality development. Apam, what is the title of unit 1? Is definition and concept of personality and personality development. So the very title, I always want everyone to clear with the title itself, because that itself gives us a clear idea what we are going to study. Okay, so ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് definition of personality. We might have go through different notions and all that. So definitions are there, and concept of personality is there, and of course personality development. How can we, or what are the factors that affects the personality? So this is what the unit 1 all about. I mean a basic idea of, or the ആദ്യം തന്നെ നമുക്ക് എന്താണ് യൂണിറ്റ് 1 എന്ന് ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് ഉണ്ട്, അതിൻ്റെ എന്തൊക്കെയാണ് അതിന് നമ്മൾ കോൺസെപ്റ്റുകൾ അത് ബന്ധപ്പെട്ടത്, പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, ലൈക്ക് ബയോളജിക്കൽ ഓർ psychological or the environmental. There are many factors like that. So this is all about a small idea about this unit. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എന്താ ഉള്ളതെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, അതിനാദ്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു ആസ്ക് യു all about what is personality.
നിങ്ങളോടല്ല, എന്നോടും അല്ലേ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേർഡ് നമുക്കറിയാവുന്ന വാക്കാണിത്. വി ഓൾവേസ് യൂസ് ദിസ് വേർഡ്. We always use this word, and in different situations we used to make comments about somebody else, like, wow, what a personality. No, he's not a good at his personality, like that അല്ലേ. ഒരാൾ നല്ല പേഴ്സണാലിറ്റിയാണ് നമ്മൾ പറയാറുണ്ട്, എത്ര നല്ല പേഴ്സണാലിറ്റി അല്ല എന്നൊക്കെ. നമ്മൾ ബീങ് എ ലേമാൻ മീൻസ് കോമൺ, സാധാരണ ആൾക്കാരെന്ന നിലയിൽ നമ്മളെല്ലാവരും അങ്ങനത്തെ കമൻസ് പറയാറുണ്ട്. ഓക്കെ. ആൻഡ് സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ബീയിങ് ഗുഡ് ലുക്കിംഗ് ആൻഡ് അട്രാക്റ്റീവ്, അല്ലെങ്കിൽ എബിലിറ്റി ടു ടോക്ക് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്, ഓർ വെൽ ഡ്രസ്ഡ്. ഇഫ് യു സീ സംബഡി who's very good looking and very well dressed and can able to interact with everyone nicely, okay, നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഒരാൾ അങ്ങനെയാണ് കാണുന്നത്. നന്നായിരിക്കുന്നു, കാണാൻ നന്നായിരിക്കുന്നു, നല്ല ഡ്രസ്സ് ചെയ്തിരിക്കുന്നു, നന്നായിട്ട് സംസാരിക്കുന്നു. സോ സഡൻലി നമ്മൾ പറയും, ഓഹ് കൂടെ ഫോർ എ പേഴ്സണാലിറ്റി അല്ലേ, നല്ല പേഴ്സണാലിറ്റിയാണെന്ന് നമ്മൾ പെട്ടെന്ന് പറയും അല്ലേ. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഓക്കെ. ആൻഡ് പക്ഷേ അതങ്ങനെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ അത്ര കാണാൻ ഭംഗിയില്ലാത്ത, ഭയങ്കര വെൽ ഡ്രസ്ഡ് അല്ലാത്ത എന്നെയൊക്കെ പോലുള്ള ഒരാൾക്ക് പേഴ്സണാലിറ്റി ഇല്ല എന്ന് പറയേണ്ടി വരും. ജസ്റ്റ് ഓക്കെ. സോ നമ്മൾ എപ്പോഴും പക്ഷേ നേരത്തെ പറഞ്ഞ ഗുഡ് ലുക്കിംഗ് അതിനാണ് പേഴ്സണാലിറ്റി എന്നപ്പോഴും നമ്മളെ മനസ്സ് അങ്ങനെയാണ് പറയാറ്. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ യഥാർത്ഥ ഡെഫിനിഷനും മറ്റും നോക്കണം. ഓക്കെ. ആൻഡ് ഹിയർ സയൻറ്റിസ്റ്റ് എപ്പോഴും ഒരു സയൻറ്റിഫിക്കലി എന്ത് പറയുന്നു, ദിസ് ഈസ് നോട്ട് ദ ട്രൂ കോൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഈ പറയുന്ന, അതായത് ഗുഡ് ലുക്കിംഗ് ഓർ വെൽ ഡ്രസ്ഡ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം വെച്ച് ഓ ഹീസ് ഗുഡ് അറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയാറില്ല. അത് മാത്രമല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നമ്മളൊരാൾ പേഴ്സണാലിറ്റി ഗുഡ് അറ്റ് ഈസ് എ ഗുഡ് പേഴ്സണാലിറ്റി, ഈസ് എ മാൻ വിത്ത് എ ഗുഡ് പേഴ്സണാലിറ്റി എന്ന് പറയാറില്ല. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ചതൊക്കെ ശരിയല്ല അല്ലേ. അത് ശരിയല്ലാത്തത് കാരണം അത്ര നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാത്തയോ കാണാൻ ഭംഗിയില്ലാത്തയോ ഒരാൾക്ക് പേഴ്സണാലിറ്റി ഇല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പറ്റില്ലല്ലോ. പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഡെഫിനിഷനും ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു അർത്ഥവും എന്താണ് ശരിക്കും പേഴ്സണാലിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ. സോ ഇൻ ദിസ് നമുക്ക് ഞാൻ ഈ ടെക്സ്റ്റിലത്തെ ചില വേർഡ്സ് തന്നെ അങ്ങനെ പറയുന്നുണ്ട്, കാരണം നമ്മൾ അത് മനസ്സിലാക്കുക, അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് എക്സാമിൻ്റെ സമയത്ത് കുറച്ച് ഹെൽപ്ഫുൾ ആവും. ദാറ്റ് സെയിം വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് മോർ വേർഡ്സ്. ഓക്കെ. അതിനേക്കാൾ നല്ല ഇതിനകത്തുള്ള കുറച്ച് ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ടാണ്. സോ ഇതിനകത്ത് സൈക്കോളജിസ്റ്റ് കൺസിഡർ എനി അറ്റംപ്റ്റ് ടു ഡിഫൈൻ പേഴ്സണാലിറ്റി ഇൻ ടേംസ് ഓഫ് സോഷ്യൽ അട്രാക്ഷൻ ഈസ് ഇൻഅഡിക്വേറ്റ്. അതായത് സൈക്കോളജിസ്റ്റ് പറയുന്നത് സോഷ്യൽ അട്രാക്ഷൻ വെച്ച് മാത്രം ഒരാളുടെ പേഴ്സണാലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻഅഡിക്വേറ്റ് ആണ്. അതായത് നമ്മൾ ഒരാളെ കണ്ട് അയാളെ വെൽ ഡ്രസ്ഡ് ആണ്, ഭംഗിയുള്ള ആളാണ് എന്ന് വെച്ച് മാത്രം അയാൾ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്, നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് എന്ന് പെട്ടെന്നൊരു ജഡ്ജ്മെൻറ്റിൽ എത്തുന്നത്, അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് ശരിയല്ല എന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇത് ശരിയല്ല എന്ന് പറയുന്നത്? പെട്ടെന്ന് ഒരാളെ കണ്ട് അയാൾ വെൽ ഡ്രസ്ഡും ഗുഡ് ലുക്കിങ്ങും ആണ് എന്ന് തോന്നിയപാട് നമ്മൾ സൈക്കോളജിസ്റ്റ് ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന കാരണം, because it has two reasons why we should not say that. One reason is it limits the number and types of behavior worthy for the study of personality. അപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ ഒരു ജഡ്ജ്മെൻറ്റിൽ എത്തിയാൽ അയാളെ പറ്റിയുള്ള മൊത്തം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മൾ അയാളെ കാണുന്നേ ഉള്ളൂ. ജസ്റ്റ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു ജഡ്ജ്മെൻറ്റിൽ എത്തുമ്പോൾ അതിന് ബന്ധപ്പെട്ട മറ്റ് പല ബിഹേവിയറും മറ്റ് പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് പെർഫെക്റ്റ്. ഓക്കെ. രണ്ടാമത്, ഇത്തരത്തിലുള്ള ചിന്തകൾ, അതായത് ഒരാൾ
ഭയങ്കര പേഴ്സണാലിറ്റിയാണ്, ആൾ ഗുഡ് ലുക്കിംഗ് ആയതുകൊണ്ട് നല്ല പേഴ്സണാലിറ്റിയാണ്, അത്തരത്തിലുള്ള ചിന്തകൾ, സച്ച് നോഷൻസ് ക്യാരീസ് absurd implication that some people who have unique ability are devoid of personality. ചില ആൾക്കാർക്ക് കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല, വെൽ ഡ്രസ്ഡ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ അയാളുടെ ക്വാളിറ്റീസ് ഓർ എബിലിറ്റീസ് ഭയങ്കര യുണീക്കായിരിക്കും, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പേഴ്സണാലിറ്റി ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കാനും ഈ നോഷൻസ് ഒരു കാരണമാവും. ഓക്കെ, സോ നത്തിങ്, ഒന്നും കൂടുതലില്ല, ഇത്രയേ ഉള്ളൂ. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ഒരു സോഷ്യൽ അട്രാക്റ്റീവ്നെസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ജഡ്ജ്മെൻറ്റിൽ എത്താൻ പറ്റില്ല. അതിന് കാരണം മെയിൻ റീസൺ, ദർ ആർ 2 reasons. One is, it's not enough if you're seeing somebody you are not supposed to talk about his or you're not knowing about his behavior, and again that will make some unwanted absurd thought that somebody else with who's not good looking may not have a personality like that. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസും ഉണ്ടാക്കും. സോ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതിൽ അപ്പുറമായിട്ടുള്ള എന്തൊക്കെയോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് ആസ് യൂണിറ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഡെഫിനിഷൻസിലേക്കും പോകണം, കോൺസെപ്റ്റിലേക്കും ഒക്കെ പോകണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് സൈക്കോളജിസ്റ്റ് ഈ പേഴ്സണാലിറ്റീൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അവർ മെയിനായിട്ട് ഇത്ര നേരം പറഞ്ഞത് അല്ലാന്ന് അവർ പറഞ്ഞു. ഓക്കെ, എന്തല്ലാന്ന്? ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, സോഷ്യൽ അട്രാക്റ്റീവ്നെസ്, ഓക്കെ, അത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഓക്കെ, അപ്പോൾ മെയിൻലി the psychologist explains personality in based on two important terms. ആ 2 terms ആണ് ഏതാണ്? that in terms of individuality and consistency. So this two belongs to the concept of personality. പേഴ്സണാലിറ്റീൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇത് രണ്ടും. എന്താണ്? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കാണുമ്പം തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. അത് we have to explain that in terms of individuality and consistency. Okay, and what is this individuality? Individuality എന്ന് പറഞ്ഞാൽ it is people differ the way they think, feel and act. The people differ the way they think, feel and act to different of same situation. They are in same situation and or in same manner in different situation or same situation. Okay, നമ്മളെല്ലാം ഒരേപോലെയാണോ ബിഹേവ് ചെയ്യുന്നത്? ഒരേപോലെയാണോ ഒരേ കാര്യത്തിന് എടുക്കുന്നത്? അല്ല. ഇപ്പം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ബിഹേവിയർ, തോട്ട്, ഫീലിംഗ് ആണോ? ഇനി അതുപോലെ നമ്മൾ കേരളത്തിലാണ്, നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ചിന്തയും കാര്യങ്ങളും ആണോ? ഇനി അതും പോട്ടെ, നമ്മളൊരു വലിയ ഒരു കൂട്ടുകുടുംബത്തിലെ ഒരേ ആൻസിസ്ട്രൽ ആൾക്കാരുള്ള ഒരു കുടുംബത്തിലെ കുട്ടികളാണ്. നമ്മളെല്ലാവരും ഒരുപോലെയാണോ ബിഹേവ് ചെയ്തതും റെസ്പോണ്ട് ചെയ്യുന്നതും? ഇനി അതും പോട്ടെ, ഒരേ അമ്മയുടെ ഒരേ സമയം ജനിച്ച 2 ട്വിൻസിലെ 2 കുട്ടികളാട്ടെ, നമ്മൾ ഒരേപോലെയാണോ ബിഹേവ് ചെയ്യുന്നത്? ഒരേപോലെയാണോ നമ്മൾ തോട്ട്, നമ്മുടെ ആക്ഷൻസ്? അല്ല. സോ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ് അല്ലേ? ദ വേ ഹി ആക്ട്സ്, തിങ്ക്, ഫീൽ, എവറിത്തിങ്. സോ അതിനാണ് നമ്മൾ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയാം. ആ ഇൻഡിവിജ്വാലിറ്റി ആക്ച്വലി മേക്സ് ആസ് ആർ ഐഡൻറ്റിറ്റി. നമ്മൾ ഓരോ വ്യക്തിയെയും ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ഫ്രം ദി അതർ ആക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. ഓക്കെ, സോ സൈക്കോളജിസ്റ്റ് ഡിഫൈൻസ് പേഴ്സണാലിറ്റി. അതിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഒരു ടേം ഇൻഡിവിജ്വാലിറ്റി ആണ് എന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. അത് ശരിയാണ്. വി ഹാവ് ടു കൺസിഡർ ഇൻഡിവിജ്വാലിറ്റി അല്ലേ? ഒരു വ്യക്തി
ഒരു വ്യക്തിയാണ്, അയാൾ ഒരിക്കലും മറ്റൊരാളെ പോലെ ആവില്ല. ചില കാര്യങ്ങൾ നമുക്ക് സിമിലാരിറ്റി തോന്നിയേക്കാം അല്ലേ? എന്ന് വെച്ച് ഒരു വീട്ടിൽ തന്നെയുള്ള കുട്ടികളാണെങ്കിൽ ഒരേപോലെ ആയിരിക്കില്ല അല്ലേ? സോ ദാറ്റ് ഇൻഡിവിജ്വാലിറ്റി ഈസ് ദെയർ. ആൻഡ് സോ സൈക്കോളജിസ്റ്റ് പറയുന്നത് before explaining this concept of personality, we should explain that in terms of individuality and consistency. Okay, so ഇൻഡിവിജ്വാലിറ്റീൻ്റെ തന്നെ ഒരു ചെറിയൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ക്ലഗ്ഹാൺ ആൻഡ് മുറേ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റാണ്. ഇവർ ക്ലഗ്ഹാൺ എന്ന് പറയുന്നത് ആക്ച്വലി അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റാണ്. മുറേ എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഇവർ രണ്ടുപേരും കൂടി 1953 ഒരു ഡെഫിനേഷൻ അബൌട്ട് ഇൻഡിവിജ്വാലിറ്റിനെ പറ്റി പറയുന്നത്. എന്താണ് ഇൻഡിവിജ്വാലിറ്റിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? ഈച്ച് ഓഫ് us in certain respects is like all other persons, like some other persons, and like no other persons who has been in the past or will be existing in future. Little confusing? Yes. Let me explain. That is, each of us in certain respect is like all other persons. നമ്മൾ ചില കാര്യങ്ങൾ we may be some certain similarity with all other people. When you take ഒരു പോപ്പുലേഷൻ എടുത്താൽ നമുക്ക് ചില സിമിലാരിറ്റിയും ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരെയും പോലെ തോന്നിയേക്കാം, എല്ലാവരും പോലെ ആയിരിക്കാം. ഓർ ലൈക്ക് സം അതർ പേഴ്സൺസ്, അല്ലെങ്കിൽ നമ്മൾ മറ്റ് കുറച്ച് ആൾക്കാർ മാത്രം നമ്മളുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടായേക്കാം. ആൻഡ് ലൈക്ക് no other person who has been in the past or will be existing in future. അതായത് നമുക്ക് ആരുമായിട്ടും ഒരു സിമിലാരിറ്റി ഇല്ലാതെ, നമ്മൾ ആരെപ്പോലെയുമല്ല, മറ്റൊരു മനുഷ്യനെ പോലെയല്ല, നമ്മളിൽ മാത്രം യുണീക്കായിട്ട് ഒരുപാട് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് അല്ലേ? അതാണ് നമ്മളെ ഇൻഡിവിജ്വൽ ആക്കുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ചിലപ്പം ചില കാര്യങ്ങളിൽ മറ്റു പലതും പോലെ ഉണ്ടായേക്കാം, പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളെപ്പോലെ മറ്റൊരാളില്ല എന്ന് തന്നെയാണ് ശരി. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. സോ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അങ്ങനെയാണ്. സോ ഇറ്റ് ഈസ് ബേസിക് കോൺസെപ്റ്റ് ഓർ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ടു ഡിഫൈൻ പേഴ്സണാലിറ്റി. സോ ഇപ്പം ഞാൻ പറഞ്ഞത് ഇൻഡിവിജ്വാലിറ്റീൻ്റെ ഡെഫിനിഷനാണ് ബൈ ക്ലഗ്ഹാൺ ആൻഡ് മുറേ എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഇൻഡിവിജ്വാലിറ്റി പോലെ തന്നെ മറ്റൊരു ടേമാണ് നമ്മളിവിടെ പറഞ്ഞത്, ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് കൺസിസ്റ്റൻസി? Consistency is a person behaves somewhat consistently in different situation over different time. അല്ലേ? ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി ആണ്. എങ്ങനെയാണെങ്കിൽ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഓവർ ഡിഫറെൻറ്റ് ടൈം. പലതരത്തിലുള്ള വ്യത്യസ്തമായ സിറ്റുവേഷൻസ് വരാം. അത് സംഭവിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും. സമയം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഹാപ്പി ആയിരിക്കുന്നവർക്ക് അങ്ങനെ സംഭവിക്കും, ചില സമയത്ത് നമ്മൾ സാഡ് ആയിരിക്കുന്ന സമയത്തായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ ബിഹേവിയറിൻ്റെ കൺസിസ്റ്റൻസി, നമ്മൾ ഏകദേശം ഒരേപോലെയാണോ അത് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ? അങ്ങനെയുള്ള പോയിൻ്റൊക്കെ നമ്മൾ പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കണം. ഓക്കെ, സോ ബിഫോർ going to a definition of personality, we have to understand the two concept of personality, that is individuality and consistency. Okay, and മറ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണാലിറ്റീനെ പറ്റി പറയുമ്പോൾ നോക്കേണ്ടത്, the thoughts, feeling and action, a behavioral component of identity makes distinction between individual. ഈ പറഞ്ഞ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ കോമ്പണൻ്റാണ്, നമ്മളെല്ലാവരെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം കേട്ടാൽ
ചില ന്യൂസുകൾ കേൾക്കുമ്പോഴും ഒക്കെ നമ്മളെല്ലാവരും പിന്നെ പെട്ടെന്ന് നമുക്കെല്ലാവർക്കും ഒരേപോലെയാണോ ഒരു തോട്ട് ഉണ്ടാവുന്നത്? നമ്മൾ അതിനകത്ത് പെട്ടെന്ന് ചില ആൾക്കാർ ചില ന്യൂസുകളോ അല്ലെങ്കിൽ ചില സിനിമകളോ കണ്ടാൽ ചില ആൾക്കാർ അത് പെട്ടെന്ന് ഇമോഷണലായിട്ട് എടുത്ത് കരയും. ചില ആൾക്കാർക്ക് അതിനകത്ത് അത്ര എന്താ ഉള്ളത് അല്ലേ, ഇതൊക്കെ ഞങ്ങൾ കുറേ കണ്ടു അല്ലേ എന്ന രീതിയിലായിരിക്കാം. ചില ആൾക്കാർക്ക് അതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉള്ളതായിട്ട് തോന്നില്ല. അങ്ങനെ ഒരു ചെറിയ കാര്യത്തിനെ പോലും നമ്മൾ ഓരോ വ്യക്തിയും ഒരു വീട്ടിൽ തന്നെയുള്ള വ്യക്തിയാണെങ്കിൽ പോലും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് എന്നത്. ദ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻസ് ആർ ബിഹേവിയറൽ കോമ്പണൻറ്റ്സ് ഓഫ് ഐഡൻറ്റിറ്റി that differentiates between individuals. സോ നമ്മൾ പേഴ്സണാലിറ്റി പഠിക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ടേമുകളുടെയൊക്കെ ബന്ധങ്ങൾ മനസ്സിലാക്കി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് that we have to understand the concept, the individuality and consistency, and at the same time the thoughts, feeling and action is also an important component before going into a judgment of about somebody having good personality or bad personality like that. So ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് പേഴ്സണാലിറ്റിയുടെ ചില കോൺസെപ്റ്റുകളാണ് ഈ പറഞ്ഞത്. പേഴ്സണാലിറ്റിക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നോട്ട് അറ്റ് ലാസ്റ്റ് ബട്ട് വെരി ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു ഡെഫിനിഷൻ എത്തണം. നമ്മളല്ല, ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ് Gordon Allport, G.W. Allport or Gordon Allport is an American psychologist. One of the first scientists who actually studied, one of the first psychologists who studied about the personality of an individual. പഠിച്ച ഒരു സയൻറ്റിസ്റ്റ് ആണ് ഈ ഗോർഡൻ ആൽപോർട്ട്. ഈ പേര് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം, ഗോർഡൻ ആൽപോർട്ട്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റിൻ്റെ ഡെഫിനിഷനാണ് സൈക്കോളജിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആൽപോർട്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് പോകണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, ഇനി ആ ഡെഫിനിഷൻ എന്താണെന്ന് ഞാൻ ഇവിടെ ഒന്ന് പറയാം. ആൽപോർട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ഡെഫിനിഷനിലേക്ക് എത്തിയിരിക്കുന്നു. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? ആൽപോർട്ട് ഡിഫൈൻ പേഴ്സണാലിറ്റി ആസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ within the person of the psychophysical systems that determine the unique adjustment to one's environment. ഓക്കെ, ആൽപോർട്ട് മറ്റ് ഒരുപാട് ഡെഫിനിഷനിൽ നിന്നും എന്താ പറയുക, നമ്മൾ കാച്ചിക്കുറുക്കി എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു ഡെഫിനിഷനാണ് ഇത് ആക്ച്വലി 1937 അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്. 1961 വ്യത്യസ്തമായ വ്യത്യസ്തം എന്നല്ല, ഇതിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൽപോർട്ട് ഡിഫൈൻ പേഴ്സണാലിറ്റി ആസ് ദ dynamic organization within the person of the psychophysical systems that determine the unique adjustment to one's environment. Clear? No. Let's go through it. Okay. So, psychology is defined and personality is defined as the dynamic organization. Personality is dynamic organized. What does this dynamic means? Dynamic means dynamic എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാണ് സബ്ജക്റ്റ് ടു ചേഞ്ച് എന്നാണ്. വൺസ് പേഴ്സണാലിറ്റി എപ്പോഴും ഒരേപോലെയല്ല, ചില ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. ചില സമയം നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ദുഃഖം വന്നു. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ ഹാപ്പി പേഴ്സൺ ആയിരിക്കില്ല. കുറച്ച് കാലം നമ്മൾ ഭയങ്കര ഒരു മൂഡി, ഡിപ്രസ്ഡ് അങ്ങനെയാവും അല്ലേ. അപ്പം വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു നല്ലൊരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ അത് നമ്മളെ പേഴ്സണാലിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. അപ്പം എപ്പോഴും പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ചെറിയ തരത്തിലൊരു ചേഞ്ചസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലേ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡൈനമിക്. സോ പേഴ്സണാലിറ്റി ആസ് ദ ഡൈനമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ പേഴ്സൺ. വാട്ട് ഈസ് ദാറ്റ് വിത്തിൻ ദ പേഴ്സൺ?
വിത്തിൻ ദ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള പേഴ്സണാലിറ്റിയാണ്. നമുക്ക് നമ്മളെന്താണെന്ന് അറിയുന്നത്. നമ്മളെപ്പറ്റി വേറെ ആരെങ്കിലും പറഞ്ഞ പേഴ്സണാലിറ്റി അല്ല. വേറെ ആൾ നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളാളത്ര ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഗുഡ് പേഴ്സൺ അല്ല, ഷോർട്ട് ടെമ്പേർഡ് ഓർ ഒരു പ്രോബ്ലം മേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് യു നോ വാട്ട് യു ആർ. ഓക്കെ. അതുമല്ല നമ്മുടെ ഉള്ളിലൊരു ഇൻബോൺ ആയിട്ടുള്ളൊരു സാധനമുണ്ട് അല്ലേ. ഈ ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ടെമ്പറമെൻറ്റ് ഉണ്ട്. അതിനെപ്പറ്റി ആൽപോർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ലെറ്റ് സീ ദിസ് ഡെഫിനിഷൻ. സോ വിത്തിൻ ദ ഇൻഡിവിജ്വൽ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ പേഴ്സൺ ഓഫ് ദ സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ്. എന്താ സൈക്കോ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ? ബോത്ത് സൈക്കിക് സിസ്റ്റം ആൻഡ് ഫിസിക്കൽ സിസ്റ്റം. സൈക്കിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റലക്ച്വൽ, ഇമോഷണൽ, നമ്മുടെ ആസ്പിരേഷൻ, നമ്മുടെ ലവ് ആൻഡ് അഫെക്ഷൻ, ഇതൊക്കെ സംതിങ് റിലേറ്റഡ് വിത്ത് സൈക്കിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സൈക്കിക് സിസ്റ്റം. ആൻഡ് ഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻ. കാരണം നമുക്കറിയാം അതിലൊരു ചെറിയൊരു പ്രോബ്ലം വരുമ്പോഴാണ് ഈ പറഞ്ഞ എന്താ പറയുക ഓട്ടിസമോ അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡേഷൻ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഫിസിക്കൽ സ്ട്രക്ചർ അതും പ്രധാനമാണ്. അത് ബ്രെയിനിൻ്റെ മാത്രമല്ല, ഇപ്പം നമ്മുടെ മൊത്തം ഫിസിക്കൽ ചില സമയത്ത് അതും നമ്മളെ പേഴ്സണാലിറ്റീനെ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ കാരണമാവാറുണ്ട്. സൈക്കിക് ആൻഡ് ഫിസിക്കൽ. ഇപ്പോൾ നമ്മളെ ഒരു നോർമൽ പേഴ്സൺ എങ്ങനെയാണ് അയാളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും അയാളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കില്ല ചില എന്തെങ്കിലും ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അയാളോട് മറ്റുള്ളവർ ബിഹേവ് ചെയ്ത രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നിന്നൊക്കെ അയാൾ ചിലപ്പം അയാളുടെ പേഴ്സണാലിറ്റി ഈ ആക്ച്വലി എന്താ പറയുക മെയ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറയാം. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സോ ഒരു പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ പോയിന്റുകൾ എല്ലാം നമ്മൾ ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി ആസ് ദ ഡൈനമിക് ഓർഗനൈസേഷൻ within the person of the psychophysical systems that determine the unique adjustment to one's environment. What is unique? That word again is important. നമ്മൾ നേരത്തെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞു. യുണീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് അല്ലേ. നമുക്ക് നമ്മളത് മാത്രമായിട്ടുള്ള ഒരുപാട് യുണീക്ക് സാധനങ്ങൾ, നമ്മൾ മാത്രമാണ് പല കാര്യത്തിലും യുണീക്കായിട്ടുള്ള. അതിനാണ് നമ്മൾ യുണീക്ക് എന്ന് പറയാം. മറ്റ് കമ്പാരിസൺസ് ഇല്ല ആ കാര്യത്തിൽ അല്ലേ. അപ്പോൾ യുണീക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ടു വൺസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചേഞ്ചബിളാണ്, ഡൈനാമിക് ആണ്. സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ് ദാറ്റ് ഡിറ്റർമൈൻ ദ യുണീക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് വൺസ് എൻവയോൺമെൻറ്റ്. ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടേതായ രീതിയിൽ യുണീക്കായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, അതിന് സൈക്കോ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഇസ് ഡൈനാമിക്. ഓക്കെ. സോ വി ക്യാൻ ഡിഫൈൻ പേഴ്സണാലിറ്റി ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ആൽപോർട്ട്സ് ദ ബെസ്റ്റ് ഡെഫിനേഷൻ ഐ മസ്റ്റ് സേ. ഈവൻ ആൽപോർട്ട് തന്നെ ഇതിൽ ക്യാരക്ടറിസ്റ്റിക്കും ടെമ്പറമെൻറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ബെറ്റർ ഒരു ഡെഫിനേഷൻ 1961 വന്നിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് വാട്ട് വി ഹാവ് ഇൻ ആർ ടെക്സ്റ്റ്. ഓക്കെ. സോ ദിസ് ഈസ് ഫോർ ദ ഡെഫിനിഷൻ. ഇനി ഇതിനകത്ത് ക്യാരക്ടർ ആൻഡ് ടെമ്പറമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ 2 ടേംസും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓക്കെ. ഐ തിങ്ക് ഇത്രയും നേരമായിട്ട് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഐ തിങ്ക് ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സൈക്കോളജി ആൻഡ് അതിന് നമ്മുടെ പേപ്പർ, അതിന് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് അത് കഴിഞ്ഞ്, അതായത് ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അതിനകത്ത് എന്തൊക്കെയാണ് പേഴ്സണാലിറ്റീൻ്റെ കോൺസെപ്റ്റ്, ഇൻഡിവിജ്വാലിറ്റി, കൺസിസ്റ്റൻസി ആൻഡ് തോട്ട്, ഫീലിംഗ് ആൻഡ് ആക്ഷൻ, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മളൊരു പേഴ്സണാലിറ്റീൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് എത്തി അല്ലേ. അത് ആരുടെ ഡെഫിനിഷനാണ്? ദാറ്റ് ഈസ് ഗോർഡൻ ആൽപോർട്ട് എന്ന് പറയുന്ന ആളുടെ ഡെഫിനിഷനാണ്. ആ ഡെഫിനിഷനും കൂടി ക്ലിയർ ആയിട്ട് നമ്മൾ എപ്പോഴും പഠിക്കണം. Okay, thank you so much.